അള്ളാഹുവിന്റെ സ്വർഗമെന്ന് പറയുന്നത് വലിയ പാടാണ്, വലിയ പ്രയാസമാണത് നേടിയെടുക്കാൻ. അതിലേക്കുള്ള പാത എപ്പോഴും ദുർഘടമാണ്. അല്ലാഹ് പറയുകയാണ്, അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. നിനക്ക് ഞാൻ രണ്ട് നയനങ്ങൾ തന്നില്ലേ, രണ്ട് ചുണ്ട് തന്നില്ലേ, ഒരു നാവ് തന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈകാലുകളും വായും വയറും കണ്ണും നാക്കും മൂക്കും വായും വയറും ഇതെല്ലാം അല്ലാഹു നമുക്കെന്തിനാ തന്നത്? പ്രിയപ്പെട്ടവരെ, തിന്നാനും കുടിക്കാനും ഉറങ്ങാനും രസിക്കാനും രമിക്കാനും മാത്രമാണോ? അല്ലാഹു ഇതെല്ലാം തന്നിട്ട് പറയുകയാ, രണ്ട് വഴികൾ നിനക്ക് തുറന്നു തന്നു. ഹദൈനാഹു നജ്ദൈൻ. രണ്ട് വഴികൾ നിനക്ക് ഞാൻ തുറന്നു തന്നിരിക്കുകയാ. ഒന്നാമത്തെ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാ, അത് വല്ലാത്ത ദുർഘടം പിടിച്ച പാതയാണ്. രണ്ടാമത്തേത് നരകത്തിലേക്കുള്ള വഴിയാ, അത് എളുപ്പമുള്ള വഴിയാണ്, രസകരമായ വഴിയാണ്. അത് പോട്ടെ, സ്വർഗത്തിലേക്കുള്ള വഴിയെപ്പറ്റി നമുക്ക് പറയാ. അല്ലാഹ് തന്നെ പറയുകയാണ്, ഫലഖതഹമൽ അഖബ. ഇവന് കണ്ണും കാതും നാക്കും മൂക്കും വായും വയറും കയ്യും കാലും കൊടുത്തിട്ട്, ഇവന് ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം കൊടുത്തിട്ട്, ഇവന് ഫലഖതഹമൽ അഖബ. ഈ പർവ്വത നിര താണ്ടിക്കടന്നില്ല, ഈ ഗിരിമാർഗ താണ്ടിക്കടന്നില്ല, ഈ ദുർഘടപാത താണ്ടിക്കടന്നില്ല. ഈ ദുർഘടപാത ഏതാണെന്നറിയോ? അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ പാത. അത് വലിയ ഭാരമാണ്. ഈ മലയുടെ മുകളിലേക്ക് കയറുന്നവന് എന്തെങ്കിലും തോളത്ത് വെച്ചുകൊണ്ട് കയറുമോ? ചിന്തിച്ചു നോക്ക്. ഒരു യാത്ര പോയി, ഹജ്ജിന്റെ യാത്ര പോയി, 11ാമത്തെ നിലയുടെ മുകളിലാണ് റൂം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ലഗേജ് 10-14 ദിവസം നിൽക്കണമല്ലോ. ആ ലഗേജ് എല്ലാം കൂടി റിസപ്ഷന്റെ മുമ്പിൽ വെച്ചു. പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് കയറി. എന്നിട്ട് പെട്ടെന്ന് 11 എന്ന് കുത്തി നേരെ നമ്മുടെ റൂമിന്റെ മുമ്പിലെത്തി. അവിടെ ഇറങ്ങി നിന്നപ്പോൾ അവിടത്തെ ഈ പറയുന്ന അവിടത്തെ ഉദ്യോഗസ്ഥർ ഇത് കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നു. അല്ലാതെ ആരാ 11 നിലയിലും ഈ രണ്ട് ബാഗും കൂടി തോളത്തിട്ടിട്ട് ഈ 11 നിലയും ചവിട്ടി കയറുന്ന ആരാ ഉള്ളത്? അത്രയും വലിയ ത്യാഗം ആരും ചെയ്യൂല. കാരണം വിവരം അറിയും. 3ാമത്തെ നില എത്തുമ്പോൾ പിന്നെ അവിടെ നിരയും പതയും വന്ന് പിന്നെ ജന്നത്തുൽ ബഖീൽ അടക്കേണ്ടി വരും. ആലോചിച്ച് നോക്ക്, നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ ഇത്രയും ഭാരമുള്ള സ്ഥലത്തേക്ക്, ഇത്രയും ഉയർച്ചയുള്ള സ്ഥലത്തേക്ക് നമ്മൾ കയറുമ്പോ ഭാരമൊന്നും ഇല്ലാതെ ആണെങ്കിൽ സ്റ്റെപ്പ് കയറാം. എത്ര സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. സ്വർഗത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന്റെ മുകളിൽ കയറുന്നതിനോട് അള്ളാഹ് ഓമിച്ചത് ഫലഖതഹമൽ അഖബ. എത്രയും അവയവം കൊടുത്തിട്ട് അള്ളാഹു കയ്യും കാലിന്റെ എന്ന കാര്യം ഇവിടെ പറഞ്ഞില്ല. പക്ഷെ പ്രതീകമായിട്ട് ചുണ്ടും കണ്ണും നാക്കും അല്ല പറഞ്ഞു. ഒരു മനുഷ്യനെ, എന്നെ നിങ്ങൾ നോക്കുന്ന എവിടെയാണ്? ആരും എന്റെ കാലിൽ നോക്കൂല. ഇപ്പൊ ഞാൻ നാസിമുദ്ദീൻ ഉസ്താദിലേക്ക് പെട്ടെന്ന് എന്റെ കണ്ണങ്ങോട്ട് പോയാൽ നാസിം ഉസ്താദിനെ ഞാൻ നോക്കുന്നത് കാലിലല്ല, കയ്യിലല്ല, വയറിലല്ല, തലയിലല്ല, കഴുത്തിലല്ല, നെഞ്ചിലല്ല. ഞാൻ അദ്ദേഹത്തെ നോക്കുന്നത്, നമ്മൾ ഒരാളെ നോക്കുന്നത് ഇത്ര ഭാഗത്താ. രണ്ട് കണ്ണ്, രണ്ട് ചുണ്ട്, ഈ ഭാഗം, ഇത്രയും ഭാഗമാണ് ഒരാളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ മറച്ചു വെച്ച് മാസ്ക് വെച്ചാൽ നമ്മൾ ചോദിക്കും, ആരാ ഒന്ന് മാസ്ക് കഴിക്കൂ, ഒന്ന് കണ്ടോട്ടെ. അവന്റെ മുതുക് കണ്ടിട്ട് മനസ്സിലായില്ല, അവന്റെ കാല് കണ്ടിട്ട് മനസ്സിലായില്ല, അവന്റെ കൈ കണ്ടിട്ട് മനസ്സിലായില്ല. മനസ്സിലാകണമെങ്കിൽ കണ്ണിന്റെയും ഈ ചുണ്ടിന്റെയും ഇത്രയും ഭാഗം കണ്ടാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതാണ് അല്ലാഹ് പറഞ്ഞത്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ഇത്രയും ഭാഗം അല്ലാഹ് തന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകമാണ്. നിന്റെ ശരീരത്തിന്റെ അവയവം മുഴുവനും നിനക്ക് തന്നത് എന്തിനാണ്? വഹദൈനാഹു നജ്ദൈൻ. സ്വർഗത്തിന്റെ വഴി നിന്റെ മുമ്പിലുണ്ട്, നരകത്തിന്റെ വഴി മുമ്പിലുണ്ട്. നരകത്തിന്റെ വഴി സിമ്പിളാണ്, സ്വർഗത്തിന്റെ വഴി ദുർഘടമാണ്. വലിയ പാടാ നിനക്ക് യാത്ര ചെയ്യാൻ. ആ പാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്യേണ്ട ഭാഗത്തേക്ക് നീ പോകുമ്പോ ഭാരം ഉണ്ടാകാൻ പാടില്ല. പർവ്വതത്തിന്റെ മുകളിൽ കയറുമ്പോ ഭാരവും കൊണ്ടുപോയാൽ നിനക്ക് യാത്ര ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് 1ാമത്തെ ഭാരമാകുന്ന പാപഭാരത്തെ നീ ഇറക്കി വെച്ചിട്ട് സിമ്പിളായിട്ട് കയറി പൊയ്ക്കോ. അതിനെന്ത് വേണം? എന്താ ചെയ്യേണ്ടത്? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 4 കാര്യങ്ങൾ ചെയ്യും. 4 കാര്യങ്ങൾ.
എന്തിനാ ഇത് പറയുന്നത്? ജീവിതത്തിന്റെ പാപഭാരങ്ങൾ കുറയ്ക്കാൻ 4 കാര്യങ്ങൾ ചെയ്തോളി. ഒന്നാമത്തേത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫലഖതഹമൽ അഖബ, അവന് ഗിരിമാർഗം താണ്ടിക്കടന്നില്ല. വമാ അദ്റാക മൽ അഖബ, ഈ ഗിരിമാർഗം ഏതാണെന്നറിയോ നബിയേ? അത് താണ്ടിക്കടക്കാനുള്ള വഴി ഏതാണെന്നറിയോ? ഒന്നാമത്തേത് അല്ലാഹു പറയുന്നു, ഫക്കു റഖബ, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കണേ, പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം മാറ്റിക്കൊടുക്കണേ, പുറമേയാ ഭാഗ്യമില്ലാത്തവന് പുറമേഞ്ഞു കൊടുക്കണേ, മകളെ കെട്ടിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് അതിനുള്ള വക കൊടുക്കണേ, പീഡനങ്ങൾ അനുഭവിക്കുന്നവരുടെ പീഡനം മാറ്റാൻ നിനക്ക് കഴിയുന്നത് ചെയ്യണേ, തടവിൽ പിടിക്കപ്പെട്ടവനെ മോചിപ്പിക്കാൻ നിനക്ക് കഴിയുന്നൊരു പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ടെങ്കിലും നീ കൂടെ നിൽക്കണേ. ഫക്കു റഖബ, സഹോദരങ്ങളെ, അടിമയെ മോചിപ്പിക്കുക എന്നാണ് അർത്ഥമെങ്കിൽ പോലും അടിമ സമ്പ്രദായം അഷ്റഫുൽ ഖൽഖിന്റെ നിയോഗത്തോടെ അവസാനിച്ചതാണ്. പക്ഷേ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടതാണ്. അപ്പൊ ഇതിന് വിശാലമായ ഒരു അർത്ഥമാണ് മുഫസ്സിരീങ്ങൾ കൊടുത്തത്. അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ, ഏതെങ്കിലും ഒരു ബന്ധനത്തിലുള്ള ഏതെങ്കിലും ഒരു ബന്ധൂസിൽ അടയ്ക്കപ്പെട്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുരുക്കിൽ അകപ്പെട്ടു പോയവനെ രക്ഷപ്പെടുത്തലാണ്. ആ ഒരു രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാ. നമ്മുടെ ജീവിതത്തിന്റെ പാപഭാരങ്ങളെ ഇറക്കി വെക്കാൻ കഴിയുമെന്നാണ്. ഇനി രണ്ടാമത്തേതെന്നറിയോ? അല്ലാഹു പറയുകയാണ്, ഔ യതഅമുനു ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മസ്റബ, മണ്ണിൽ പണിയെടുക്കുന്ന അഗതികൾക്ക്, കുടുംബക്കാരായ പാവപ്പെട്ട അനാഥർക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കണേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. അള്ളാന്റെ ഖുർആനാ. നാളെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് പറയേണ്ടതുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒന്ന്, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കുക. 2, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. ഇനി മൂന്നാമത് എന്താ ചെയ്യേണ്ടതെന്നറിയോ? സുമ്മ കാന മിനല്ലദീന ആമനൂ, നീ വിശ്വാസികളുടെ ഒരു സമാജത്തിൽ അംഗമാവുക. ഒറ്റ തിരിഞ്ഞ് നീ മാറി നിൽക്കരുത്. നീ മോമിനാകണമെന്നല്ല ഖുർആൻ പറഞ്ഞത്, നീ വിശ്വാസിയാകണമെന്നല്ല ഖുർആൻ പറഞ്ഞത്. പിന്നെ അല്ലാഹു പറഞ്ഞത് എന്താണ്? സുമ്മ കാന മിനല്ലദീന ആമനൂ, വിശ്വാസികളായ ഒരു സമൂഹത്തിൽ നീ മെമ്പർഷിപ്പ് എടുക്കുക. എന്ന് പറഞ്ഞാൽ സംഘടിച്ച് നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. ഒറ്റ തിരിഞ്ഞ് നീ നിൽക്കരുത്, ഭിന്നിച്ചു നിൽക്കരുത്. ഒത്തൊരുമയോടെ നീ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പയറ്റുകൾ വരും, എന്തെങ്കിലുമൊക്കെ സംസാര വിഷയങ്ങൾ വരും. അത് അല്ലാഹ്ക്ക് നന്നായിട്ടറിയാ. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. നീ ക്ഷമയോടെ അവരോട് മുമ്പിൽ നിൽക്കണം. എന്നിട്ട് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം. പരസ്പരം എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ വിട്ടുകളയണം, ക്ഷമിക്കണം. എന്നിട്ട് അവരുമായിട്ട് നല്ല ചങ്ങാത്തത്തിൽ കഴിയണം. ഇത് വിശുദ്ധ ഖുർആൻ പറയുന്ന ജീവിതത്തിന്റെ പാപഭാരങ്ങളെ ഇറക്കി വെക്കാൻ കഴിയുന്ന കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടെന്ന് മാറ്റിക്കൊടുക്കുമോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമോ? അതുപോലെ ഒരുമിച്ച് നിൽക്ക്. എന്തിനാ വിഘടിച്ച് നിൽക്കുന്നത്? ഒരുമിച്ച് നിൽക്ക്, ഒരുമിച്ച് നിൽക്കണം, ഒത്തൊരുമയോടെ നിൽക്കണം. നിൽക്കുമ്പോ മനുഷ്യനല്ലേ, പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. അവ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. അപ്പൊ നീ പറഞ്ഞു ക്ഷമിച്ചോ. എന്നിട്ട് കരുണ കാണിക്ക്, വിട്ടുകളാ, പോട്ടെ, അവന്റെ വഴിക്ക് വിട്, എന്നിട്ട് ഒരുമിച്ച് നിൽക്ക്. ഈ കാര്യം നമ്മൾ ചെയ്താൽ മുതുകത്ത് നിന്ന് അല്ലാഹു പാപങ്ങളുടെ ഭാരത്തെ ഇറക്കി വെച്ച് അത്ഭുതകരമായി അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് വിശാലമായ നമ്മുടെ പരലോക യാത്രയിൽ നമ്മളുടെ ഭാരമാകുന്ന പാപങ്ങളെ ഇറക്കി വെക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, നമ്മൾ അവസരം കണ്ടെത്തണം, ഒരുമിച്ച് നിൽക്കണം. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മുടെ ഖബറിന്റെ ഈ ചുറ്റുഭാഗത്തൊരു മതില് കെട്ടണം. ആ മതില് കെട്ടണം എന്നൊരാഗ്രഹം കമ്മിറ്റി പറയുമ്പോ
ഒത്തൊരുമിച്ച് നമ്മൾ നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. നമുക്ക് ചെയ്യാൻ പലതും കഴിയും സഹോദരങ്ങളെ. നമ്മുടെ മഹല്ലെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഈ മഹല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്നറിയോ? ഇവിടെ ഇപ്പോ ഈ മഹല്ലുകൾ കെട്ടിത്തിരിച്ചത് നമ്മളല്ലേ, നമ്മുടെ പൂർവികരല്ലേ. അത് വേങ്ങോട് ജമാഅത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊന്നും ഇവിടെ നോക്കൂല, ഇവിടെ അടക്കൂല എന്ന് പറയുന്നത് അള്ളാഹ് ഖുർആനിൽ ഏത് സൂറത്തിലാ പറഞ്ഞത്? ഇവൻ വേങ്ങോട് ജമാഅത്തിൽ, നീ പാലോട് ജമാഅത്തിൽ വന്നു. ഇത് നമ്മൾ വെച്ചതല്ലേ. ഇത് ജമാഅത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി, സുതാര്യതയ്ക്ക് വേണ്ടി, സുഗമമായ നടത്തിപ്പിന് വേണ്ടി, നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ടറി കെട്ടി അടച്ച് എത്ര സന്തോഷകരമാണ്. എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഇട്ടാവട്ടത്തിലുള്ള ചെറിയൊരു മഹല്ലത്തിന്റെ എല്ലാ വിഷയങ്ങൾക്ക് നമുക്ക് ഇടപെടാൻ കഴിയും. അതിന് എന്താ വേണ്ടതെന്ന് ഇതിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ, ഭരണസമിതിയല്ല പരിപാലന സമിതി, ഈ പരിപാലന സമിതി ഓടി നടക്കും. എന്താ നമുക്ക് വേണ്ടത്? ചുറ്റുമതിൽ കെട്ടണം. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഈ മഹല്ലത്തിന്റെ ഒന്നാമനായ ഇമാമിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, ഉസ്താദെ മതപരമായ കാര്യങ്ങൾ എങ്ങനെയാണ്? അതിന്റെ കാര്യങ്ങൾ ഉസ്താദ് പറയും, ഇന്ന കാര്യങ്ങളാ, പലിശക്കാരന്റെ പൈസ വേണ്ട, അവന്റെ പൈസ വേണ്ട, അല്ലാത്ത നല്ല കാര്യങ്ങൾ നല്ല റാഹത്തായിട്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ദുആയൊക്കെ ചെയ്ത് റാഹത്തായിട്ട് കാര്യങ്ങൾ നടത്തും. ഇത് നമ്മുടെ മഹല്ലിൽ മാത്രമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ മഹല്ല് സംവിധാനത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു നല്ല കാര്യമല്ലേ? ആലോചിച്ച് നോക്കിയേ. ഈ മഹല്ലിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഈ മഹല്ലൊരു പ്രശ്നം ഉണ്ടായാൽ, ഒരു പെണ്ണിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു ചെക്കന്റെ വിഷയത്തിൽ ഡിവോഴ്സിന്റെയോ അല്ലെങ്കിൽ ഫസഹിന്റെയോ അല്ലെങ്കിൽ ഖുൽഇന്റെയോ തൊലാഖിന്റെയോ അല്ലെങ്കിൽ പോട്ടെ നിക്കാഹിന്റെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ആ ചെക്കന്റെ അല്ലെങ്കിൽ പെണ്ണിന്റെ മഹല്ലിൽ വിളിച്ചിട്ട് ഈ രണ്ട് മഹല്ലുകാർ മാത്രം സംസാരിച്ച് വിഷയങ്ങൾ പരിഹരിക്കുന്നു. വേങ്ങോട് മഹല്ല് അറിയുന്നില്ല, തോന്നക്കൽ മഹല്ല് അറിയുന്നില്ല, കല്ലൂര് മഹല്ല് അറിയുന്നില്ല. ഇതൊന്നും അറിയാതെ നമ്മുടെ മഹല്ല് എത്ര സന്തോഷകരമായി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇതിനാണ് ഒത്തൊരുമ. ഇങ്ങനെ നിന്നാൽ അള്ളാഹു നമ്മുടെ പാപഭാരത്തെ ഇറക്കി വെക്കും. രണ്ടാമത് എന്താ പറഞ്ഞത്? ഒരാൾ കഷ്ടപ്പെടുക നമ്മുടെ നാട്ടില് കഷ്ടപ്പെടുക. മലയാളികളായ നമ്മളെ കഴിഞ്ഞല്ലാതെ ഈ ദുനിയാവിൽ വേറെ ഒരു മഖ്ലൂഖുണ്ടോ? 34 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ 34 കോടി രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ 34 കോടി രൂപ മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് ദിവസങ്ങൾ, വളരെ വിരളമായ ദിവസങ്ങൾ കൊണ്ട് സ്വായത്തമാക്കിയെടുത്ത് ആ പൈസ കൊണ്ട് ആ പാവപ്പെട്ടവന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയത്തക്കവണ്ണം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പാലോടൊരു രോഗിയുണ്ട്, അയാൾക്ക് സാമ്പത്തികമൊന്നുമില്ല, ആരെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ജില്ലയിലെ ഒരുത്തം വന്ന് ഒരു ലൈവ് ഇട്ടാൽ നിമിഷ നേരം കൊണ്ട് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിച്ചിട്ട് 2-3 ദിവസം കൊണ്ട് അവൻ ആവശ്യമായതിന്റെ ഇരട്ടി പൈസ കൊണ്ടുവന്ന് അവന്റെ ഓപ്പറേഷൻ നടക്കുന്നു, അവന്റെ വീട് വെക്കൽ നടക്കുന്നു. ഇത് നമുക്കല്ലാതെ, ഇത്രയും നന്മയുള്ള മലയാളികൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ സഹോദരങ്ങളെ? ചിന്തിച്ചു നോക്കിയേ. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റി കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഈ മഹലിൽ സാധുക്കൾ ഉണ്ടെങ്കിൽ ഇവിടത്തെ പണക്കാര ജമാഅത്ത് കണ്ടെത്തണം. അതാ ഇന്നവൻ പണക്കാരനാണ്, ഇമാമിനെയും കൂട്ടി പോകണം, എന്നിട്ട് പറയണം നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്, എന്നിട്ട് കൃത്യമായി നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അതാ ഇന്ന പാവപ്പെട്ടവർ നമ്മുടെ മഹലിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് കൊടുപ്പിക്കണം. അങ്ങനെ സക്കാത്ത് കൊടുപ്പിച്ചാൽ ഈ പാലോട് മഹല്ലത്തിൽ പിന്നെ ഒരു പാവപ്പെട്ടൻ ഉണ്ടാവൂല. ഇതേ ചിന്ത വേങ്ങോട് ജമാഅത്ത് എടുത്താലോ അവിടെ ഉണ്ടാവൂല. അവസാന കേരളത്തില് സക്കാത്ത് വാങ്ങാൻ ഒരു കുട്ടി ഉണ്ടാവൂല. അല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു സംവിധാനത്തിൽ നമ്മളുടെ ഇടപെടലുകൾ, ഫക്കുറഖബ, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. അതുപോലെ ഒരാൾ പട്ടിണി കിടക്കുകയാണ്, ഒരു വീട്ടില് ഭക്ഷണം ഇല്ല, ആ ഭക്ഷണമില്ലാത്ത വീട്ടിൽ ചെന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നല്ല മനസ്സോടെ നമുക്ക് കഴിയണം. 1 കിലോ ഏത്തപ്പഴം വാങ്ങി കൊടുത്തിട്ട് സെൽഫി എടുത്ത് മുഴുവൻ ലോകം അറിയിക്കാനല്ല ഈ പറയുന്നത്. അവന്റെ വീട്ടിൽ ചെന്നിട്ട് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് പെരുന്നാളിന് പുത്തൻ ഉടുപ്പും ധരിച്ച് പുത്തൻ അപ്പുറം തേച്ച് മക്കളുടെ കൈ പിടിച്ചിട്ട് ഈദ്ഗാഹുകളിലേക്കും പള്ളികളിലേക്കും വന്ന് പെരുന്നാൾ നമസ്കാരത്തിന്റെ തക്ബീർ ചെല്ലുമ്പോ അള്ളാഹുവിന്റെ നിയമം എന്താണ്? നീ എന്റെ പള്ളിയിൽ പുത്തൻ ഉടുപ്പിട്ട് പുത്തൻ അത്തരം തേച്ച് മക്കളുടെ കയ്യിൽ പിടിച്ച് പുതിയാപ്പിളയെ പോലെ എന്റെ പള്ളിയിൽ വന്ന് തക്ബീർ ചെല്ലുന്നതിന് മുമ്പ് നിന്റെ പാവപ്പെട്ട കുടുംബക്കാര് പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നീ ഫിത്ർ സക്കാത്തിന്റെ അരി കൊടുത്തിട്ട് വാടാ എന്ന് പഠിപ്പിച്ചത് ആദരവായ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിച്ച ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാടാണ്. അതാണ് പട്ടിണി മാറ്റാനുള്ള അവസരം. ഈ പട്ടിണി മാറ്റലും
കൂട്ടം കൂടിയിട്ട് വിട്ടുപുറത്ത് ക്ഷമിച്ച് ഒരുമിച്ച് നിൽക്കലും കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റുന്നതിന്റെയും പിന്നിൽ ഒരു കാര്യമുണ്ടാകണം. ഏത് കാര്യം? ഹൃദയം വിശാലമാകണം. ഹൃദയം നിങ്ങൾക്ക് പറയാൻ മനസ്സിലായോ? ഹൃദയം വിശാലമായാലേ ആപ്പാൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഹൃദയം വിശാലമായാലേ ഒരുത്തരോടൊപ്പം കൂടാൻ പറ്റുള്ളൂ ഒരു മഹല്ലില്, അല്ലെങ്കിൽ വിഘടിച്ച് നിൽക്കും. ഈ അടുത്തൊരു സമയത്ത് പ്രസംഗത്തിന് ഞാൻ പോയൊരു സ്ഥലത്ത്, ഞാൻ ഈ സ്ഥലമൊന്നും പറയില്ല, അറിയാത്തോണ്ടല്ല പറയാത്തതുകൊണ്ടാ. അപ്പൊ എനിക്കറിയാം നാട്. ഞാൻ ചോദിച്ചു അന്നത്തെ ആളെവിടെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അദ്ദേഹം ഇപ്പൊ മാറി നിൽക്കുകയാണ് എന്ന്. അദ്ദേഹം മാറി നിൽക്കുകയാണ്, അദ്ദേഹം ഇതിന് സഹകരിക്കുന്നില്ല. എന്താ കാര്യം? അത് പുതിയ കമ്മിറ്റി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം നിസ്കരിക്കാനും വരുന്നില്ല, വാഴലിനും വരുന്നില്ല. എന്താണ് ഞാൻ മനസ്സിലാകാത്ത കാര്യമാണ്. വിശാലമായൊരു മനസ്സ് വേണം. കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റണമെങ്കിൽ വിശാലമായൊരു മനസ്സ് വേണം, ഹൃദയ വിശാലത വേണം. ഹൃദയ വിശാലത ഉണ്ടെങ്കിൽ അലം നശ്റഹ് ലക സദ്റക നബിയെ, അങ്ങയുടെ ഹൃദയത്തെ വിശാലമാക്കി. അത് കാരണത്താൽ അങ്ങയുടെ മുതുകത്ത് ഞാൻ ഭാരങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് താഴേക്ക് വെച്ചു. അപ്പൊ നമ്മുടെ പാപഭാരം കുറയണമെങ്കിൽ ഹൃദയം വിശാലമാകണം. ഹൃദയം വിശാലമാകാനുള്ള വഴികൾ: കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റി, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്ക്, ഒരു സമാജത്തിൽ അംഗമാക്, ഒരുമിച്ച് നിൽക്ക്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തൽക്കാലം ഞാൻ ആ ഭാഗം അടക്കിയാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തില് പാപഭാരം മാത്രമല്ല, ഇനി പാപങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ ഈ നാട്ടുകാരെ പോലെ, വേങ്ങോടിനെ പാലോടിനെയൊക്കെ സംബന്ധിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഈ പാലോടിനെ സംബന്ധിച്ച് വലിയ പാപം ചെയ്യുന്നവരൊന്നും അല്ല. പക്ഷേ നിങ്ങൾക്കും എനിക്ക് കോടീശ്വരന്മാരും അല്ല, വലിയ സമ്പന്നന്മാരൊന്നും അല്ല. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാരം വന്നു കയറും. ആ ഭാരം ഏതെന്നറിയോ? മോഹഭാരമാണ്. തൽക്കാലം ഞാൻ പാപം അവസാനിപ്പിച്ചേ. അതിന്റെ കാരണം പാപഭാരം ഇറക്കി വെക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഞാൻ അടച്ചു. ഇനി ഞാൻ പറയുന്നത്, മോഹഭാരങ്ങളില്ലാതെ നമുക്ക് പോകണം. ചില ആളുകൾക്ക് പാപമൊന്നും ഉണ്ടാവൂല, പക്ഷെ പൈസയും പണവും ഒന്നും ഇല്ല, കോടീശ്വരന്മാരൊന്നും അല്ല, പക്ഷെ വല്ലാത്ത മോഹമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. ഇതുണ്ടെങ്കിലും നമുക്ക് പരലോക യാത്ര വലിയ വിഘാതമാണ്. ഈ ഭാരവും നമുക്ക് ഇറക്കി വെക്കാൻ പറ്റണം. എന്തുകൊണ്ടെന്നാൽ, ഒരിക്കൽ ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഗുരുവോ, ദൈവമാണ് പരീക്ഷ നടത്തുന്നത്, പരീക്ഷാ ഹാളാണ് ഈ ദുനിയാവ്, മത്സരാർത്ഥികളാണ് ഇവിടുത്തെ മനുഷ്യര്, പക്ഷെ ചിലര് ജയിക്കുന്നു, ചിലര് തോൽക്കുന്നു. എന്താ അതിന്റെ കാരണം? അപ്പോ ആ ഗുരു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ശിഷ്യനോട് പറഞ്ഞു, ദൈവം ഓരോരുത്തർക്കും കൊടുക്കുന്ന ചോദ്യം വ്യത്യസ്തമാണ്. പക്ഷേ എനിക്ക് കിട്ടിയ ചോദ്യ പേപ്പർ നാസിമുദ്ദീൻ മന്നാനി ഉസ്താദിന് കിട്ടിയ ചോദ്യ പേപ്പർ അല്ല. ഞാൻ എന്താ ചെയ്യുന്നത്? നാസിമുദ്ദീൻ മന്നാനി ഉസ്താദ് എഴുതിയ ആൻസർ ഷീറ്റ് നോക്കി ഞാൻ എഴുതി വെക്കുകയാണ്. അപ്പൊ ഞാൻ തോറ്റുപോയി. കാരണം അദ്ദേഹത്തിന് ഹിന്ദി പരീക്ഷ, എനിക്ക് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു. നമ്മളിപ്പോ 3 പേരെ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ബെഞ്ചിൽ 3 വരെ ഇരുത്തും. 5ാം ക്ലാസ്സുകാരനെ, 6ാം ക്ലാസ്സുകാരനെ, 7ാം ക്ലാസ്സുകാരനെ. 7ാം ക്ലാസ്സുകാരൻ 6ാം ക്ലാസ്സുകാരന്റെ എന്ത് നോക്കി എഴുതാന്? ഈ 6ാം ക്ലാസ്സുകാരന്റെ പേപ്പറിൽ നോക്കി 5ാം ക്ലാസ്സുകാരന് എന്തെഴുതും? ചിന്തിച്ചു നോക്കിയേ. 5ാം ക്ലാസ്സുകാരന് ഹിന്ദി പരീക്ഷ, 6ാം ക്ലാസ്സുകാരന് ഇംഗ്ലീഷ് പരീക്ഷ, 7ാം ക്ലാസ്സുകാരന് മലയാള പരീക്ഷ. അങ്ങനെയല്ലേ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ പരീക്ഷ നടത്തുമ്പോ 5ാം ക്ലാസ്സുകാരന്റെ ചോദ്യ പേപ്പർ എടുത്ത് അങ്ങോട്ട് കളഞ്ഞിട്ട് 6ാം ക്ലാസ്സുകാരൻ എഴുതുന്നത് നോക്കി എഴുതി വെച്ചിട്ട് ആ ഷീറ്റ്, ആൻസർ ഷീറ്റ് കൊണ്ട് കൊടുത്താൽ അവന് ജയിക്കാൻ പറ്റുമോ? അവൻ തോക്കും. ഗുരു പറഞ്ഞു കൊടുക്കാൻ ഇത് തന്നെയാണ് ഇവിടുത്തെ സംഭവം. ഈ ലോകത്ത് നടക്കുന്ന അതാണ്. എന്റെ അത്ര ഈ ദുനിയാവിൽ അള്ളാഹു തന്ന സൗഭാഗ്യം ചിലപ്പോ നാസിമുദ്ദീൻ മന്നാനിക്ക് കൊടുക്കൂല. മൂപ്പർക്ക് അള്ളാഹു താല 10 ലക്ഷം രൂപ കൊടുത്തു, എനിക്ക് 50 ലക്ഷം തന്നു. ഞാൻ 10 ലക്ഷത്തിന്റെ വണ്ടി എടുത്ത് 10 ലക്ഷത്തിന്റെ വീടും വെച്ച് ബാക്കി 30 ലക്ഷം രൂപ കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഏതെങ്കിലും സ്ഥലത്ത്. മൂപ്പർക്ക് അള്ളാഹു ആകെ കൊടുത്തത് 3 ലക്ഷം രൂപയാണ്. മൂപ്പരെന്ത് വേണം? 3 ലക്ഷം രൂപയുടെ വീടെടുക്കണം, ചെറിയ വീട് വെക്കണം. അദ്ദേഹം എന്നെ നോക്കിയിട്ട്, എനിക്ക് ശേഷം പഠിച്ച ആളല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് പോലത്തെ എനിക്ക് വീട് വെക്കണമെന്ന് പറഞ്ഞാൽ ഈ 3 ലക്ഷത്തിന് പുറമെ 7 ലക്ഷം രൂപയ്ക്ക് പലിശയ്ക്ക് എടുക്കേണ്ടി വരും. പിന്നെ വണ്ടി എടുക്കാൻ വേറെ 10 ലക്ഷം പലിശയ്ക്ക്, പിന്നെ എന്നെ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ 30 ലക്ഷം വേറെ പലിശയ്ക്ക് എടുക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യ പേപ്പർ മടക്കി വെച്ചിട്ട് എന്റെ ചോദ്യ പേപ്പർ നോക്കി എഴുതിയാൽ വിജയിക്കാൻ പറ്റുമോ? ഞാൻ തിരിച്ചും പറയാം, അതുപോലെ തിരിച്ചും പറയാൻ
നമുക്ക് ദൈവം തന്നൊരു ചോദ്യ പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മോഹങ്ങളൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ വലിയ മോഹങ്ങളൊന്നും വേണ്ട. അള്ളാഹുവിന് അറിയാമല്ലോ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ പടച്ച അല്ലാഹ്, കല്ലിടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കൊടുനീര് കൊടുക്കുന്ന അല്ലാഹ്, പടച്ച തമ്പുരാൻ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ എഴുതിയതല്ലേ സഹോദരങ്ങളെ. എല്ലാം എഴുതിയിട്ടാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. 4-ാം മാസം അവന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ അവൻ എവിടെ വീട് വെക്കും, ഏത് വണ്ടി എടുക്കും, എല്ലാം എഴുതിയിട്ടാ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ മോഹങ്ങളൊന്നും വേണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, ആരാണ് ഇമാം ഷാഫി എന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മദ്ഹബിന്റെ ഇമാമാ ഇമാമുനാ ഷാഫിഈ. നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ട വാക്കാണ്. എന്ത് വാക്കാ ഷാഫി ഇമാമ പറഞ്ഞതെന്നറിയോ? സഹോദരാ, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും വലിയ പാഠമാകേണ്ട വലിയ ഉപദേശമാണ്. ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്ക് ജീവിക്കുകയാണെങ്കിൽ അന്നം ഉറപ്പാണ്, ഞാനങ്ങ് മരിച്ചാലോ എനിക്ക് മണ്ണുറപ്പാണ്. ജീവിച്ചിരിക്കുമെങ്കിൽ അന്നം ഉറപ്പ്, ഞാൻ മരിച്ചു പോയാൽ എനിക്ക് മണ്ണ് ഉറപ്പാണ്. എന്റെ മനസ്സ് സ്വസ്ഥമാണ്, ജീവിതം രാജകീയമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. എവിടെയാണ് മനസ്സിന് നമുക്ക് ഭാരം തോന്നുന്നത്? എപ്പോഴാണ് നമ്മുടെ ജീവിതം വലിയ കുടുസായി തോന്നുന്നത്? മോഹങ്ങളാ. ഈ ദുനിയാവിൽ 4 സൈസ് ജനങ്ങളുണ്ടെന്ന് ഇന്നേവരെ കളവ് പറയാത്ത ആമിനയുടെ പൊന്നുമോ, അബ്ദുള്ളയുടെ തങ്കക്കുടം, മദീനയുടെ രാജാവ്, മക്കയുടെ ജേതാവ്, എന്റെയും നിങ്ങളുടെ വികാരമേ റൂഹി ഫിദാ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ തിരുവനന്തപുരം ജില്ലയിലെ ഈ വേങ്ങോടെന്ന പാലോടെന്ന ഈ പ്രദേശത്തെ എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഈ ഇരിക്കുന്ന ആണുങ്ങളും സ്ത്രീകളും ഉണ്ടല്ലോ, ഇത്രയും ആളുകളിൽ റസൂലുള്ള പറയുന്നു 4 കൂട്ടം ആളുകൾ ഉണ്ടാവും. 4 സൈസ് ആളുകൾ ഉണ്ടാവും. ഒന്നാമത്തെ സൈസ് ആരെന്നറിയോ? ഉറപ്പാണ് ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് ഈ സദസ്സിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ അള്ളാന്റെ റസൂൽ പറയുന്നത് നമുക്ക് കള്ളാണെന്ന് പറയണ്ടേ? 5-ാമതൊരു സൈസ് ദുനിയാവിലില്ല. അപ്പൊ ഇത് പറയുമ്പോ ഓരോരുത്തരും ചിന്തിക്കും, ഇതിൽ ഏതിലാ ഞാനുള്ളതെന്ന് ചിന്തിച്ചാൽ മതി. 1 അബ്ദു, അള്ളാഹുവിന്റെ ഒരു അടിമയാണ്. റസഖഹുല്ലാഹ്, അള്ളാഹു അവന് കൊടുത്തത് മാലൻ വ ഇൽമാ, ഇഷ്ടം പോലെ പൈസ കൊടുത്തു, ഒരുപാട് പൈസ അല്ല കൊടുത്തു, ധാരാളം സമ്പത്ത് കൊടുത്ത്, ഒപ്പം ഇൽമ, വിവരവും കൊടുത്തു. ഓ, അങ്ങനൊരു മനുഷ്യനുണ്ടല്ലോ, പൊന്നു വിളയിക്കും. അബ്ദുൻ റസഖഹുല്ലാഹു മാലൻ വ ഇൽമാ. ഇവനെ പറ്റി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഹാദാ അഫ്ളലുൽ മനാസിലി, ഇവനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ, ഏറ്റവും നമ്പർ 1 ഇവനാണ്. പൈസ ഉണ്ടോ? പൈസ ഉണ്ട്. ഈ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പണം ഉണ്ടാക്കണം, 10 വിരൽ അനങ്ങിയിട്ട് 5 വിരൽ വായിലേക്ക് പോകുന്നതിനാണ് മഹത്വം. അല്ലാതെ പണിയെടുക്കാതെ ഇപ്പൊ പള്ളിയിൽ ഏറ്റിക്കാഫ്, മദീന മസ്ജിദ് നബവിയിൽ ഏറ്റിക്കാഫ് എന്നും പറഞ്ഞ് കയറി വരുന്നവനൊക്കെ ഉമർ റളിയല്ലാഹുവിന് ചാട്ടവാർ കൊണ്ട് അടിക്കും. പോടാ ഏറ്റിക്കാഫ് പോയി പണിയെടുക്കുക, കുടുംബത്തിന് വല്ലതും കൊണ്ട് കൊറ എന്നും പറഞ്ഞിട്ട് ഓട്ടിക്കുമായിരുന്നു. നീ പള്ളി കയറി ഏറ്റിക്കാഫിന് ചടഞ്ഞിരിക്കേണ്ടവനല്ല, പോയി പണിയെടുത്തിട്ട് ഭാര്യ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ പറയും. പണിയെടുക്കാതെ തസ്ബീഹ് കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് അത് നല്ല സ്വഭാവമാണെന്ന് കരുതരുത്. 1 ലക്ഷം രൂപ വരുമാനം ഉണ്ട്, അൽഹംദുലില്ലാഹ്, നീ തസ്ബീഹ് 1 അല്ല 2 കയ്യിലെടുത്തോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ജീവിതത്തിൽ പണം ഉണ്ടാകണം, സമ്പത്ത് ഉണ്ടാകണം, ഒപ്പം നമുക്ക് വിവരം കൂടി ഉണ്ടാകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നല്ല വിവരമുണ്ട്, ആലിമാവുക, ഇൽമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോ ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പൾ ആണെന്നോ ദൈവബന്ധ ദാറുൽ ഉലൂമിലെ വൈസ് ചാൻസലറാണെന്നോ ഒന്നല്ല അർത്ഥം ഈ പറയുന്നത്. അല്ല സമ്പത്തും കൊടുത്തു വിവരവും കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ പൈസ എന്തിന് ചെലവാക്കണം, എന്തിന് ചെലവാക്കാൻ പാടില്ല എന്ന വിവരം കൊടുത്തു എന്നതിന്റെ അർത്ഥം. ഈ പൈസ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന വിവരം അല്ല കൊടുത്തു എന്നാണ് അതിനർത്ഥം.
അബ്ദുന റസഖഹുല്ലാഹു മാലം വ ഇൽമാ, അല്ലാഹു വിവരവും കൊടുത്തു, അതുപോലെ അവന് സമ്പത്തും കൊടുത്തു. ഹാദാ അഫ്ളലുൽ മനാസിലി, അവൻ ഏറ്റവും നല്ല മനുഷ്യനാണ്. അവൻ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്താണ് ഈ പണം കൊണ്ട് ചെയ്യുന്നതെന്നറിയോ? യത്തഖി റബ്ബാ, അവൻ ആ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നു. വയസിലു റഹിമഹു, അവന്റെ കുടുംബം ചേർക്കുന്നു. കൂടെ ഉണ്ടാവണം, എങ്കിലേ സമ്പത്ത് കൊണ്ട് വിനിയോഗിക്കാൻ പറ്റൂ. സമ്പത്തുണ്ടാകണം, വിവരം ഉണ്ടാകണം. ആ വിവരവും സമ്പത്തുമുള്ളവന് കുടുംബ ബന്ധം ചേർക്കും. അല്ലാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തട്ടെ, അതിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇനി രണ്ടാമതൊരു വിഭാഗം ആളുണ്ട്. ആരാണെന്നറിയോ? അബ്ദുന റസഖഹുല്ലാഹു ഇൽമാ വലം യർസുഖുഹു മാലാ, അല്ലാഹു വിവരം കൊടുത്തു, എന്തിനൊക്കെ ചെലവഴിക്കാം, എന്തിനൊക്കെ ചെലവഴിച്ചൂടാ, ഏത് രീതിയിൽ പണം ചെലവഴിക്കാമെന്നൊക്കെ അറിയാം. പക്ഷെ അല്ലാഹു അവന്റെ കയ്യിൽ പണം കൊടുത്തില്ല, പൈസ ഇല്ല. ഉണ്ടെങ്കിൽ അവന് കൊടുക്കണമെന്നൊക്കെ അറിയാം. ഇവൻ പറയുമത്രേ, യഖൂൽ യാ ലൈതനി, അല്ലാഹുവേ, ഞാൻ ഈ പറയപ്പെട്ട മനുഷ്യന് ലൗ അന്നി ലൗലാ ലഅലിംതു ലഅമിൽതു മിസ്ല ഫുലാൻ, അല്ലാഹുവേ, എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ, പടച്ചവനെ എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ലൗ അന്നലി മാലൻ ലഅമിൽതു ബിഅമലി ഫുലാൻ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതുപോലെ അല്ലാഹുവേ ഞാൻ ചെയ്തേനെ. എത്ര ആളുകൾ എൻ്റെ ഒരു ചെറിയ ഒരു ഈ പ്രാഥമിക ഒരു അന്വേഷണത്തില് അല്ലെങ്കിൽ പ്രാഥമിക ചിന്തയിൽ ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്നതിൽ ഒരു പക്ഷേ 60% ആളുകളും ഈ പറയപ്പെട്ടവരാ. പൈസ ഇല്ല, കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവര് ചിന്തിക്കുന്ന എന്താണെന്നറിയാം? അല്ലാ, എന്റെ കയ്യിലെങ്ങാനും പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഈ പള്ളിക്ക് ആ വസ്തു വാങ്ങി കൊടുത്തേനെ. എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ചുറ്റുമതിൽ കെട്ടാൻ മുഴുവൻ സിമന്റ് ഞാൻ എടുത്തു കൊടുത്തേനെ, ഞാൻ പാറപ്പൊടി കൊടുത്തേനെ എന്ന് ചിന്തിക്കും. പക്ഷേ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ തമ്പുരാനെ. കാരണം പൈസ ചെലവഴിക്കണമെന്ന വിവരമുണ്ട്, കയ്യിൽ അല്ലാഹ് പൈസ കൊടുത്തില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അജ്റുഹുമാ സവാ. ഇതെന്തിനാ ഞാൻ പറയുന്നതെന്ന് അവസാനം പറയാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, രണ്ടുപേർക്കും അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം ഒന്ന് തന്നെ. രണ്ടുപേർക്കും അല്ലാഹ് ഒരേ പ്രതിഫലം കൊടുക്കും. അജ്റുഹുമാ സവാ, രണ്ടുപേരുടെയും പ്രതിഫലം സെയിമാണ്, സാമ്യമാണ്. രണ്ടും ഒരുപോലത്തെ പ്രതിഫലമാണ്. ഈ മനുഷ്യന് കൊടുത്തില്ല, പക്ഷേ കൊടുക്കണമെന്ന മോഹമുണ്ട്, വിവരമുള്ളത് കൊണ്ട്. ഇനി മൂന്നാമതൊരു വിഭാഗം ആളുണ്ട്. അതാരാണെന്നറിയോ? അബ്ദുന റസഖഹുല്ലാഹു മാലാ, അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തു, ഇട്ടുമൂടാനുള്ള പണമുണ്ട്. പക്ഷേ വലം യർസുഖുഹു ഇൽമാ, അവന് ബോധമില്ല, വിവരമില്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പക്ഷെ വിവരമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹാദാ അഖ്ബസുൽ മനാസിൽ, യവൻ നാട്ടിലെ ഏറ്റവും നിന്ദ്യനാൻ, യവൻ ലോകത്തെ ഏറ്റവും വലിയ ഇളിഭ്യനാണ്. കാരണം ലാ യത്തഖി ഫീഹി റബ്ബ വലാ യസ്ലു ബിഹി റഹിമ, ഇതുകൊണ്ട് കുടുംബമൊന്നും ചേർക്കുകയില്ല, അല്ലാഹനെ സൂക്ഷിക്കുകയില്ല. ഇങ്ങനെയുള്ള പൈസക്കാരാണ് എന്ത് ചെയ്യുന്നത്? സിനിമ ഓടിക്കാൻ നടക്കുന്നത്. ഇങ്ങനെയുള്ള പൈസക്കാരാണ് സിനിമാ കോട്ട കെട്ടാൻ നടക്കുന്നത്, അതുപോലെ തന്നെ ക്ലബ്ബ് കെട്ടാൻ നടക്കുന്നത്. ഇങ്ങനെയുള്ള പൈസക്കാരാണ് കൊണ്ടുവന്ന് ബാറ് തുടങ്ങുന്നത്. ഇങ്ങനെയുള്ള പൈസക്കാരാണ് കൊണ്ടുവന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോ കല്യാണങ്ങൾ നടത്തുമ്പോ, വലിയ വലിയ കല്യാണങ്ങൾ നടത്തുമ്പോ, ആർഭാട കല്യാണം. ഞാൻ കർണാടകയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് പോകുമ്പോ, കാസർഗോഡ് നിന്ന് കാറിൽ ഇങ്ങനെ കർണാടകയുടെ ബോർഡറിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ, ഞാൻ അന്നും പ്രസംഗിച്ചു, ഇന്നും പ്രസംഗിക്കുന്നു. എനിക്കറിയാം കാസർഗോഡുകാരും കർണാടകക്കാരും ഈ ലൈവ് കാണുന്നുണ്ട്. സത്യമാണ് എന്നതുകൊണ്ട് തന്നെ എനിക്കതിൽ യാതൊരു പേടിയില്ല. ഞാൻ പറയുന്നു, ഈ യാത്രയിൽ എന്നെ കൊണ്ടുപോകുന്ന സഹോദരങ്ങൾ പറഞ്ഞു, ഇത് കണ്ടോ, ഇത് ഈ കാണുന്ന വീട്ടില് തൊട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം നടന്നു. ആ കല്യാണം നടന്ന ആ വീട്ടിലെ പന്തലിട്ടതിന് മാത്രം 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപയുടെ പന്തൽ, ഫുൾ എസി. ഇതാ. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ? നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളാ. നമ്മുടെ ഹാജിയാരാണ്. അദ്ദേഹം ഹാജിയാരാണ്.
ഈ കാലഘട്ടത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് വലിച്ചെറിയുന്ന വേസ്റ്റുകൾ പറക്കി തിന്നുന്ന, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുന്ന, തലചാക്കാൻ ഒരു സെന്റ് ഭൂമിയില്ലാതെ വാപ്പയോ ഉമ്മയോ മരിച്ചുപോയാൽ, അതല്ലെങ്കിൽ അച്ഛനോ അമ്മയോ മരിച്ചുപോയാൽ അടുക്കളയിൽ കുഴിയെടുപ്പിട്ട് അച്ഛനെ അടക്കേണ്ടി വരുന്ന ആദിവാസികളായ അട്ടപ്പാടിയിലെ പാവപ്പെട്ടവര് സാക്ഷര കേരളത്തിൽ ജീവിക്കുമ്പോൾ കെട്ടിച്ചയക്കാൻ 1 ഗ്രാം സ്വർണമില്ലാതെ ഞായറാഴ്ച മോളെ കല്യാണം, വെള്ളിയാഴ്ച ഒരു പിതാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഞായറാഴ്ച എന്ന 2 സൂര്യോദയവും 2 സൂര്യാസ്തമയവും കഴിഞ്ഞാൽ തന്റെ പൊന്നുമോളെ കതിർ മണ്ഡപത്തിൽ ഒരുക്കി തിരുത്താൻ എനിക്ക് ഒരു തരി പൊന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന ഒരു പിതാവ് ഇപ്പോഴും എന്റെ മുഖത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. 50 ലക്ഷം രൂപയുടെ, 1/2 കോടി രൂപയുടെ വലിയ പന്തലിട്ട് ആ പന്തലിനകത്ത് വലിയ വലിയ VIP-കളെ കൊണ്ടുവന്ന് സമുദായത്തിന്റെ പേരിനെ, ഈ സമുദായത്തിന്റെ പരിവേഷം കെട്ടി, ഇസ്ലാമിന്റെ പരിവേഷം കെട്ടി ഖാദിമാരെയും ഇമാമുമാരെയും ഖതീബുമാരെയും നീട്ടി അൽ-ഫാത്തിഹ വിളിപ്പിച്ച് ഒരു ദുആയും നടത്തിയാൽ അത് അല്ലാഹ് പൊരുത്തപ്പെട്ടതാകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? കോടീശ്വരന്മാരെന്ന ഫാസിസ്റ്റുകൾ, കോടീശ്വരന്മാരായ ഫാസിസ്റ്റുകളെ അതൊരു തരം ഫാസിസമാണ്, കോടീശ്വരന്മാർ. അപ്പൊ ചിന്തിക്കും, എന്ന് ഞങ്ങളെ കഷ്ടപ്പെട്ടിട്ടല്ലേ പൈസ ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ മെയിൻ ഉദ്യോഗസ്ഥനായ രത്തൻ ടാറ്റ വിദേശ രാജ്യം സന്ദർശിക്കാൻ പോയ അദ്ദേഹത്തിന്റെ അനുഭവ കുറിപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മളെ ചിക്കൻ ഒലത്തിയത് വരട്ടെ, ബീഫ് വരട്ടിയത് വരട്ടെ, ചിക്കൻ കൊണ്ടാടിയത് വരട്ടെ, ഓടിച്ചിട്ട് പിടിച്ചത് വരട്ടെ, എന്തൊക്കെ പേരുകളിലുണ്ട് അതെല്ലാം നമ്മൾ വിളിച്ച് ആ മേശപ്പുറത്ത് വരുത്തിയിട്ട് അവിടെ നിന്നൊരു ബറക്കത്തിന്റെ കടി, ഇവിടെ നിന്നൊരു തൊട്ടുനക്കല്, അതെല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് പോകാൻ നേരത്ത് ഇതെല്ലാം കൊണ്ടുവച്ചവനൊരു 200 രൂപ എടുത്ത് കയ്യിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ട് നെഞ്ചൊക്കെ വിരിച്ച് ചിലപ്പോൾ ലോൺ എടുത്തുകൊണ്ട് വന്നതായിരിക്കും. എന്നാൽ പോലും ഇവൻ അങ്ങോട്ട് ഇറങ്ങി വലിയ വണ്ടിയിൽ കയറി ഇങ്ങനെ അങ്ങ് പോകുമ്പോ ഒരു മനസ്സുഖം, ഒരു സന്തോഷം. രത്തൻ ടാറ്റ പറയാണ്, വിദേശ രാജ്യത്ത് ഇദ്ദേഹത്തിന്റെ അനുഭവ കുറിപ്പിൽ പറയുന്നു, യാത്ര ചെയ്ത് ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോ ഒരു ഹോട്ടലിൽ കയറി നോക്കുമ്പോൾ ആ ഹോട്ടലിൽ ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഒരു റൊട്ടി തിന്നുന്ന ദമ്പതിമാർ, ഒരു ജ്യൂസിൽ 2 സ്ട്രോ ഇട്ട് കുടിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, കൂട്ടുകാര് 3-4 പേര് നിന്നിട്ട് 2 റൊട്ടി വീതം വെച്ച് കഴിക്കുന്നവർ. രത്തൻ ടാറ്റ പറയാണ്, എന്തു പറ്റി ഈ ജനങ്ങൾക്ക്? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്തു. കുറെ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോ ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കാൻ, എന്താ ഇയാൾ ഈ പറയുന്നത്? അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നിട്ട് അദ്ദേഹം പറയാണ്, എല്ലാം ഓർഡർ ചെയ്തു, കുറച്ചൊക്കെ കഴിച്ചിട്ട് എഴുന്നേക്കാൻ നേരത്ത് തൊട്ടടുത്ത സീറ്റിൽ നിന്ന് 2 പെണ്ണുങ്ങൾ, വൃദ്ധകളായ 2 സ്ത്രീകൾ ചാടി എണീറ്റിട്ട് പറഞ്ഞു, അവരുടെ ഭാഷയിൽ എന്തോ സംസാരിച്ചു. മോശമായ രീതിയിലുള്ള പിന്നെ പ്രതിഷേധമാണ് എന്ന് മനസ്സിലാക്കിയ രത്തൻ ടാറ്റ പറയാണ്, ഞാൻ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. അവസാനം കൂടെയുള്ളവർ പറഞ്ഞു, നിങ്ങൾ ഈ ഭക്ഷണം വേസ്റ്റാക്കിയതിൽ അവര് രോഷം കൊള്ളുകയാ. ആ സമയത്ത് രത്തൻ ടാറ്റ പറയാണ് അദ്ദേഹത്തിന്റെ അനുഭവ കുറിപ്പില്, ഞാൻ ചിന്തിച്ചു, എന്റെ കാശ്, ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം ഇവർക്കെന്താ? ഉടനെ അവർ ഫോൺ ചെയ്ത് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി, 500 യൂറോ പിഴ ചുമത്തി. അപ്പൊ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, ഞാനല്ലേ ഇത് ബുക്ക് ചെയ്തത്, ഈ ഭക്ഷണം എന്റെ കാശ് കൊടുത്തിട്ടല്ലേ ഞാൻ ഓർഡർ ചെയ്തത്, ഞാൻ തിന്നും, ചിലപ്പോ കളയും, അതിന് നിങ്ങൾക്കെന്താണ്? അപ്പൊ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, പൈസ നിങ്ങളുടേതാണ്, പക്ഷെ ഭക്ഷണം ഇതിവിടത്തെ എല്ലാവരുടേതുമാണ്. പൈസ നിങ്ങളുടേതാണ്, ഈ ഭക്ഷണം ഇതെല്ലാവരുടേതുമാണ്. വേങ്ങോട് ജംഗ്ഷനിലെ ആകെ ഉള്ളൊരു ഹോട്ടലാണെന്നിരിക്കട്ടെ, ഇപ്പൊ നസീമിന് മാത്രമല്ലേ ഉള്ളൂ, ഒരു ഹോട്ടലാണെന്നിരിക്കട്ടെ, ഒറ്റ ഹോട്ടലുണ്ട്, വേറെ ഒരു ഹോട്ടലും വേങ്ങോടില്ല എന്ന് സങ്കല്പിക്കുക. ഇവിടെ കുറെ ആളുകൾ, ജോലിക്കാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഭാര്യയ്ക്ക് സുഖമില്ലാതെ കിടക്കുന്നു, വീട്ടിൽ കുറച്ച് പണിക്കാരുണ്ട്, കുറച്ച് ആളുകൾ നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നു, ആകെ ആശ്രയം ഈ ഹോട്ടലിലെ ഭക്ഷണമാണ്.
അങ്ങനെ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഭാഗത്തു നിന്നും ആളുകൾ ചെല്ലുമ്പോൾ ഞാൻ വന്നിറങ്ങിയിട്ട് ഈ വേങ്ങോട് ഉള്ള ഹോട്ടലിലെ എല്ലാ ഭക്ഷണവും കൂടി ഞാൻ പൈസ കൊടുത്തങ്ങ് വാങ്ങി. ഒരു ഭക്ഷണം ഇനി അതിനകത്തില്ല. ഈ ഭക്ഷണം എല്ലാം ഞാൻ വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു പുഴയിലേക്ക് അങ്ങ് ഒഴുക്കി. നിങ്ങൾക്ക് വല്ലതും എന്നോട് ചോദിക്കാൻ പറ്റുമോ? എന്റെ പൈസയല്ലേ ഞാൻ ചെയ്തത്, എനിക്ക് തോന്നിയത് ചെയ്തൂടെ? പക്ഷേ ഞാൻ അറിയാതെ പോയൊരു കാര്യമുണ്ട്. ഈ വേങ്ങോട് പ്രദേശം മുഴുവനും പട്ടിണിയാണ് ഇന്നത്തെ ദിവസം. കാരണം പൈസ മാത്രമേ എന്റേതുള്ളൂ, ഭക്ഷണം ഇവിടത്തുകാരുടേതാണ്. ഈ ഒരു ചിന്ത എപ്പോഴാണോ നമ്മുടെ മനസ്സിലുണ്ടാവുക, ആ ചിന്ത മനസ്സിൽ വരണമെങ്കിൽ അള്ളാഹു സമ്പത്ത് തന്നാല് മാത്രം പോരാ, കൂട്ടത്തിലെ വിവരം കൂടി തരണം. എന്റെ പ്രിയപ്പെട്ടവരെ, വിവരമില്ലാതെ സമ്പത്ത് അള്ളാഹു അങ്ങ് തന്നാ ആ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ ആകെ കുഴഞ്ഞു പോകും. ആ പണം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ കാര്യം ചെയ്യും, എന്തൊക്കെയോ ചെയ്തു കൂട്ടും, അതിന് സംശയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് സമ്പത്ത് അള്ളാഹു തന്നിട്ടുണ്ട്, പക്ഷേ വിവരം തന്നിട്ടില്ലെങ്കിൽ അവന് നാട്ടിലെ ഏറ്റവും വലിയ നിന്നനാണ്, നീചനാണ്. ഇനി നാലാമതൊരു വിഭാഗം ആളുണ്ട്. ആരാണെന്നറിയോ? അബ്ദുൻ യർസുഖുല്ലാഹു മാലൻ വലാ ഇൽമാ. അള്ളാഹു അവന് വിവരവും കൊടുത്തില്ല, പണവും കൊടുത്തില്ല. അള്ളാഹു അവന് വിവരവും കൊടുത്തില്ല, സമ്പത്തും കൊടുത്തില്ല. പക്ഷേ ഇവൻ ആരെയാണ് റോൾ മോഡലാക്കുന്നതെന്നറിയോ? വിവരമില്ലാതെ സമ്പത്ത് കിട്ടിയവനെയാണ് ഇവനെ റോൾ മോഡലാക്കുന്നത്. ഇവന് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അവനെ പോലെ ആയിരുന്നെങ്കിൽ ഞാനും കള്ളുഷാപ്പ് തുടങ്ങിയേനെ, ഞാനും ഇതുപോലെ സിനിമ പിടിച്ചേനെ, ഞാൻ ഇതുപോലെ മോശമായ കാര്യങ്ങൾ ചെയ്തേനെ. ഇവന് വിവരവും ഇല്ല, പണവും ഇല്ല. ഇവൻ റോൾ മോഡലാക്കുന്നത് വിവരമില്ലാത്ത പണക്കാരനെയാണ്, മൂന്നാമത്തെ വിഭാഗത്തെയാണ്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് അള്ളാഹു ദുനിയാവിലെ 4 കൂട്ടം ആളുകൾക്ക് കൊടുക്കുമ്പോ ഈ അവസാനം പറഞ്ഞ 2 കൂട്ടം ആളുകളെ പറ്റി റസൂലുള്ള പരിചയപ്പെടുത്തുന്നു. ഈ ലാസ്റ്റ് പറഞ്ഞ മൂന്നാമത്തെയും നാലാമത്തെയും ജനങ്ങൾക്ക് അള്ളാഹു ശിക്ഷയിൽ അവർക്ക് സെയിമായിട്ട് സാമ്യത കൊടുത്തിട്ട് അവരെ അള്ളാഹു ഒരുപോലെ ശിക്ഷിക്കുന്നതാ. നാലാമത് പറഞ്ഞ വിഭാഗത്തിനുള്ള സമ്പത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ വിവരവും കൊടുത്തിട്ടില്ല. അവന്റെ മനസ്സിൽ റോൾ മോഡലും മോഹങ്ങള്, പണം കിട്ടിയിട്ട് സമ്പത്ത് കിട്ടിയിട്ട് വിവരമില്ലാത്തവനെ റോൾ മോഡൽ ആക്കിയത് കൊണ്ടാണ് അവന്റെ മനസ്സിന്റെ മോഹങ്ങൾ അവനെ എവിടെയാണ് കൊണ്ടെത്തിച്ചത്? പണം സമ്പാദിച്ചിട്ട് വിവരമില്ലാതെ പണം ചെലവഴിക്കുന്ന ഒരു മനുഷ്യന്റെ പാപത്തെ യവനിലേക്ക് അല്ലാഹു തആല ചേർത്ത് പറയുകയാണ്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, ഖാറൂൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യനുണ്ടായിരുന്ന ഖാറൂന, ആ ഖാറൂന്റെ സമ്പത്ത് ഇന്നത്തെ അംബാനിമാരുടെ അദാനിമാരുടെ സമ്പത്തിനോട് ഏതെങ്കിലും തുലനം ചെയ്യാൻ പറ്റുന്നതാണോ? അദാനിയും അംബാനിക്കുമുള്ള സമ്പത്ത് പോലെയാണോ? ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരന്മാരായ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരെ പോലെയാണോ? ശതകോടീശ്വരന്മാരെ പോലെയാണോ? ലക്ഷോപലക്ഷം കോടിയിട്ട് അമ്മാനമാടുന്നവരെ പോലെയാണോ? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. ഖാറൂന്റെ സമ്പത്തിന്റെ ഖജനാവിന്റെ താക്കോല് സൂക്ഷിക്കുന്നത്, ആ താക്കോൽ കൂട്ടങ്ങളെ ചുമക്കുന്നത് 70ഓളം വരുന്ന ശക്തന്മാരായ കുതിരകളാണത്രേ. ആ താക്കോൽ കൂട്ടങ്ങളെ ചുമക്കാൻ പോലും 70ഓളം വരുന്ന കുതിരക്കൂട്ടങ്ങൾക്ക് കഴിയൂ എന്നിരിക്കുമ്പോ സമ്പത്ത് എത്ര വിശാലമാണ്, ചിന്തിച്ചു നോക്കണേ. ആ സമ്പത്തുള്ള കോടീശ്വരനായ അല്ല, ആ പേര് പോലും ഖാറൂന് അന്യമാണ്. ഏറ്റവും വലിയ കോടീശ്വരനായ ഈ ഖാറൂന് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ പറഞ്ഞതെന്തെന്നറിയോ? ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി ഖാല അല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹള്ളിൻ അദീം. ഇത്രയും വലിയ കോടീശ്വരൻ, ലോകത്തെ ഏറ്റവും വലിയ കള്ളന്മാരായ അംബാനി അദാനിയും അതുപോലെ തന്നെ ഇത്രയും വലിയ മോഷണം നടത്തുന്ന വലിയ വലിയ കള്ളന്മാരൊക്കെ അവരുടെ സമ്പത്ത് ഈ പറയുന്ന ഖാറൂന്റെ സമ്പത്തുമായിട്ട് തുലനം ചെയ്ത ഒന്നുമല്ല.
ഖാറൂന്റെ വീട്ടിലെ സമ്പത്ത് അയാളുടെ സമ്പത്ത് ഇട്ടേക്കുന്ന ഖജനാവിന്റെ ഗോഡൌണിന്റെ താക്കോല്. സമ്പത്തല്ല. നമ്മളൊരു സാധാരണ ചെറിയ ഒരു 7000 രൂപ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ആട് വേണ്ട, 650 രൂപ കൊടുത്താൽ കിട്ടുന്ന ചൈന കോഴിയെ നമ്മൾ വിളിക്കുന്ന വെള്ളക്കോഴി ഉണ്ടല്ലോ, ഈ ഒരു ചെറിയ വെള്ളക്കോഴിയെ എടുത്തിട്ട് നമ്മളെ വീട്ടിന്റെ മുമ്പ് നിർത്ത്, നമ്മുടെ വീട്ടിലുള്ള പൈസ എല്ലാം കൂടെ അതിന്റെ മണ്ടയിൽ കെട്ടിവെച്ചാൽ ആ കോഴി നന്നായിട്ട് കൊണ്ടുപോകും. അത്രേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരു കോഴിയുടെ മുതുകത്ത് വെച്ച് കെട്ടിക്കൊടുക്കാൻ പോലും നമ്മളെ പൈസ ഇല്ല. എന്നാ ഖാറൂന്റെ പൈസ എങ്ങനെയാണെന്നറിയോ? സമ്പത്ത്. ഖാറൂന്റെ പണമല്ല, ഖാറൂന്റെ പണം ഇട്ടിരിക്കുന്ന ആ പണം നിക്ഷേപിച്ചിരിക്കുന്ന ആ പണം ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന ഗോഡൌണിന്റെ ഖജനാവിന്റെ താക്കോല്. അതും എങ്ങനെയാ? തഫ്സീറുകളിൽ കാണാം, തോലിൽ നിർമ്മിച്ച താക്കോലാണ്. തോല് കൊണ്ട് നിർമ്മിച്ച താക്കോല. അപ്പൊ ഭാരം കുറവാണ്. ഈ ഭാരം കുറഞ്ഞ താക്കോൽ ചുമക്കുന്നത് 70ഓളം വരുന്ന വലിയ വലിയ കുതിരകളാണ്. അത്രയും ഭാരമുണ്ട്. അപ്പൊ ഇയാളുടെ സമ്പത്തിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും വലിയ സമ്പന്നനായ ഖാറൂൻ തന്റെ ജനതയിൽ ഫീ സീനത്തിഹി ഇങ്ങനെ വലിയ പ്രൗഢിയോടുകൂടി അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോ ഇത് കണ്ട പാവങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? അവിടെ നിൽക്കുന്ന പാവങ്ങൾ പറഞ്ഞു, ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ, ഈ ദുനിയാ മോഹികളായ ദുനിയാ പൂജകരായ അവിടത്തെ ജനങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയോ? യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഈ ഖാറൂന് കിട്ടിയതുപോലെ എനിക്കും കിട്ടിയെങ്കിൽ ഇന്നഹു ലദു ഹള്ളിൻ അദീം, വല്ലാത്തൊരു ഭാഗ്യം തന്നെടാ യവന് കിട്ടിയത്. നമുക്കങ്ങനെ നമ്മൾ എത്ര തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ വലിയ വണ്ടി പോകുമ്പോ നമ്മൾ പറയും, അവന്റെ മോന് കിട്ടിയ ഭാഗ്യമല്ലാത്ത ഭാഗ്യം തന്നെ, എന്റെ മോന് കിട്ടിയിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കുന്നത് ഖാറൂന്റെ അനുയായികളുടെ വാക്കാ. ഇതാണ് മോഹം, ഇതാണ് മോഹം, ഇത് മോഹഭാരമാണ്. ഇതേ ജനങ്ങൾ അവസാന ഖാറൂനെ അല്ലാഹു തആല നശിപ്പിച്ചു. എങ്ങനെ നശിപ്പിച്ചു? ഫഖസഫ്നാ ബിഹി വബിദാരിഹി അൽ അർദ്, അവനെയും അവന്റെ സമ്പത്തിനെയും കൂടെ ഭൂമി പിളർത്തിയിട്ട് നേരെ അല്ലാഹു തആല അങ്ങോട്ട് ഇട്ടു. ഇത് കണ്ടപ്പോ ഈ ജനങ്ങൾ, ഏത് ജനങ്ങള്? ഇത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്, ഇത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്, ഇത് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ അതേ ജനത പറയാൻ തുടങ്ങി, വസ്ബഹല്ലദീന തമന്നൂ മകാനഹു ബിൽ അംസ് യഖൂലൂന വൈക അന്നല്ലാഹ യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ. ഇതേ ജനങ്ങളെ പിറ്റെന്ന് പറഞ്ഞെന്താന്നറിയോ? പടച്ചു അനുഗ്രഹിച്ച അല്ലാഹ് നമുക്കൊന്നും തന്നില്ല, തന്നെങ്കിൽ നമ്മൾ ഇതുപോലെ അങ്ങ് കുടിയിലായി പോയേനെ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ സമ്പത്തിനോടുള്ള മോഹം. ഒരു ചെറിയ പണിഷ്മെന്റ് അല്ലാഹ് തന്നാൽ അപ്പൊ തീരും നമ്മുടെ എല്ലാ പണിയും, അപ്പോഴത്തീരും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും. അതുകൊണ്ട് മോഹങ്ങളാകുന്ന ഭാരം നമ്മുടെ തലയിൽ ചുമന്നുകൊണ്ട് പോകണ്ട. ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ കപ്പലിൽ നിന്ന് കപ്പിത്താന് വിളിച്ചു പറഞ്ഞ് ലഗേജ് പരിശോധന നടത്തുന്നത് ലഗേജ് ഉള്ളവനാണ്. ലഗേജ് ഇല്ലാത്തത് കൊണ്ട് അവന് പെട്ടെന്ന് പോകാൻ അനുവദിച്ചതുപോലെ മോഹങ്ങളാകുന്ന ദുനിയാവിന്റെ ചിന്തകളുമായിട്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്കുള്ള യാത്ര ഭാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരം നമ്മൾ ഇറക്കി വെക്കുക. ഈ ഭാരം മുഴുവനും നമ്മൾ ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. എത്ര മോഹിച്ചാലും മോഹം എത്ര വന്നാലും സഹോദരങ്ങളെ, അവസാനം നമുക്ക് ഉപകരിക്കുന്നത് 6 അടി മണ്ണ്. 6 അടി മണ്ണ്. ഇപ്പോഴാണെങ്കിൽ ഒരു 3-4 പേര് മരിച്ച 2 പേരെ അടക്കാൻ പറ്റൂല, അല്ലേ? 3 പേരെ അടക്കാനല്ലേ സ്ഥലമുള്ളൂ. അള്ളാഹു നമുക്ക് ദീർഘായുസ്സ് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര മോഹങ്ങളും എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടെങ്കിലും ആ മോഹങ്ങൾ ഇത് നമ്മുടെ ഒരു മരണത്തോടുകൂടി അങ്ങ് തീരാൻ. രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ വന്ന് ആ ബലാതി പറഞ്ഞൊരു മനുഷ്യൻ, അയാള് പറഞ്ഞത്, എന്റെ കയ്യിൽ ഒന്നുമില്ല, ജീവിക്കാൻ വകയില്ല, സാമ്പത്തിക ശേഷിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? രാജാവ് ചോദിച്ചു, ഞാൻ എന്താ തരേണ്ടത്? അടിയന് എന്ത് തന്നാലും സ്വീകരിച്ചോളാം രാജാവേ,
രാജാവ് ഒരു കാര്യം പറഞ്ഞു. അടിമകളോട്, ഭടന്മാരോട്, ജനതയോട്, അവിടത്തെ ഭരണീയരോട്, അവിടത്തെ ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ എവിടാണോ നിൽക്കുന്നത് അവിടം വരെ എഴുതി കൊടുക്കണം. ഇയാൾ നടക്കട്ടെ, എവിടെ നിൽക്കും അവിടം വരെ അത്രയും എഴുതി കൊടുത്തേക്കാൻ പറഞ്ഞു. ഈ മനുഷ്യന് അതുവരെയും എന്താണ് പറഞ്ഞത്? കഴിക്കാൻ ഇച്ചിരി ഭക്ഷണം, കുടിക്കാൻ ഇച്ചിരി വെള്ളം, കിടക്കാൻ ഇച്ചിരി സ്ഥലം, ഉടുക്കാൻ ഒരു തുണി, ഇതല്ലാതെ വേറെ വേണ്ട. രാജാവ് പറഞ്ഞു, കൊടുക്ക്, ഇവൻ നടക്കട്ടെ, നടന്ന് എവിടെ നിൽക്കുമോ അവിടം വരെ എഴുതി കൊടുത്തേക്ക്. ഇയാള് നടന്നു, കുറെ നടന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഇത്രയും എനിക്കുള്ളതാണോ എന്നാ പിന്നെ ഓടാന്നായി. ഇയാൾ ഓടി, റബ്ബർ കാട്ടിലൂടെ ഓടി, തോട്ടത്ത്, തെങ്ങും തോട്ടത്തിൽ ഇറങ്ങി, കവുങ്ങും തോട്ടത്തിൽ കയറി, വാഴത്തോട്ടത്തിൽ കയറി. നിൽക്കുന്നില്ല, നിന്ന അവിടം വരെ കിട്ടുള്ളൂ. ആർത്തി മൂത്ത്, മോഹം മൂത്ത്, ഇങ്ങനെ ഇയാള് ഓടാൻ തുടങ്ങി. അവസാനം ഓടി 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 ആ കൊട്ടാരത്തിന്റെ മറുഭാഗത്തെത്തി. രാജാവ് വന്നു. ഇവിടം വരെയല്ലേ ഓടി നിന്നത്, ഇയാൾക്ക് ആവശ്യമായത് കൊടുക്കാം. പക്ഷെ ഈ മനുഷ്യൻ മിണ്ടുന്നില്ല. ഈ മനുഷ്യന്റെ വായിലൂടെ നുരയും പതയും വരികയാണ്. നിർത്താതെയുള്ള ഓട്ടമല്ലേ. ആ ഓട്ടത്തിൽ അവസാനം അയാള് വായിലൂടെ നുരയും പതയും വന്നു. തളർന്നങ്ങ് വീണു. പിടിച്ചു നോക്കുമ്പോ മരിച്ചു കിടക്കാൻ. രാജാവ് ചോദിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആളുകൾ പറഞ്ഞു, ഇയാളെ കുഴിച്ചിടാൻ കുറച്ച് മണ്ണ് കൊടുക്ക, അത് മതി. അങ്ങനെ കൊട്ടാരത്തിന്റെ പിൻഭാഗത്ത് 6 അടി മണ്ണ് കൊടുത്തു. ആ മോഹങ്ങളെല്ലാം കബറടക്കി. സഹോദരങ്ങളെ, ഇത്രേ നമുക്കുള്ളൂ. ഓട്ടമാണ്, നെട്ടോട്ടമാണ്. പക്ഷേ അവസാനം നമുക്ക് ഉപകരിക്കുന്നത് പാലോട് പള്ളിയുടെ ഖബർസ്ഥാനിലെ 6 അടി മണ്ണല്ലേ. ആ മണ്ണല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടൂല. ബാക്കിയെല്ലാം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു, എല്ലാം നമ്മുടെ അനന്തരവർക്ക് വീതിച്ചു കൊടുക്കുന്നു, അല്ല അവര് വീതിച്ചെടുക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യൻ. ദുനിയാവിലെ മോഹങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരും. 50 വയസ്സെത്തിയാലും പിന്നെ പഴയ കാഴ്ചയല്ല. 50 വയസ്സെത്തിയാലെ കേൾവിക്ക് ശക്തി കുറഞ്ഞ്, എന്റെ ചിന്തകൾക്ക്, ഓർമ്മകൾക്ക് ശക്തി കുറഞ്ഞ്, എന്റെ കാലുകൾക്ക് പഴയതുപോലെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ വിറയ്ക്കുന്നു, കൈക്ക് ബലം കുറഞ്ഞ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യഹ്റമു ബിൻ ആദമ, മനുഷ്യന് മുഴുവനും വാർദ്ധക്യത്തിലെത്തും. അവനെല്ലാ അവയവങ്ങളും വാർദ്ധക്യത്തിലെത്തും. എന്റെ തൊലി വറ്റി വരണ്ട വയലേല പോലെ വിണ്ടുകീറും. എന്റെ തൊലിയും വാർദ്ധക്യത്തിലെത്തി. എല്ലാം വൃദ്ധരാണ്. കണ്ണ് വൃദ്ധനായി, കാത് വൃദ്ധനായി, കൈ വൃദ്ധനായി, കാല് വൃദ്ധനായി, തൊലി വൃദ്ധനായി, അതുപോലെ തന്നെ ചിന്ത വൃദ്ധയായി. ഇതെല്ലാം സംഭവിക്കും. പക്ഷേ ഹബീബ് അവിടെന്ന് പറയുകയാണ്, യശുബ്ബു മിൻഹു ഇദാ, 2 കാര്യങ്ങൾക്ക് യുവത്വമാണ്. 100 വയസ്സായി, കണ്ണ് പുറത്ത് കാണുന്നില്ല, പുരികം താഴേക്ക് വീണു, തൊലി ഇങ്ങനെ അടുക്കടുക്കായി, ഈ വറ്റി വരണ്ട വയലേലകളുടെ വിണ്ട് കീറല് പോലെ തൊലികൾ ചുക്കിച്ചുളിഞ്ഞു. കാല് നടക്കുന്നില്ല, കൈ ഉയർത്താൻ പറ്റുന്നില്ല, കാത് കേൾക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊക്കെ വാർദ്ധക്യം പ്രാപിച്ചു. അപ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യശിബ്ബു മിൻഹു ഇസ്നതാ, യശിബ്ബു മിൻഹു ഇസ്നതാ. 2 കാര്യങ്ങൾക്ക് യുവത്വം തന്നെയാണ്. ഒന്ന് അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഉംർ. ഈ 2 കാര്യങ്ങൾ ഏതാ? പൈസ ഇനിയും ഉണ്ടാക്കണം, ഇഷ്ടം പോലെ ദിവസം ഇനിയും ജീവിച്ചിരിക്കണം. അതെപ്പോഴും യുവത്വം തന്നെയാണ്. അതിന് വാർദ്ധക്യമില്ല. പ്രിയപ്പെട്ടവരെ, മോഹം നമ്മുടെ പരലോകത്തെ യാത്രയ്ക്ക് ഭാരമാണ്. അതുകൊണ്ട് മോഹമെന്ന ഭാരവും പാപമെന്ന ഭാരവും ഇറക്കി വെച്ചിട്ട് നമുക്ക് പോകാം. എവിടേക്ക്? ഫിർറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള നമ്മുടെ ഓട്ടം. അല്ലാഹുവിലേക്കുള്ള ഓട്ടം. ആ ഓട്ടം നമ്മൾ ഓടി തന്നെ തീർക്കണം. ആ ഓട്ടത്തിനിടയിൽ പാപഭാരം ഇറക്കി വെച്ച്, മോഹഭാരം ഇറക്കി വെച്ചിട്ട് പോകാം. അല്ലാഹ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.